ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ മാസത്തെ 26-ാമത്തെ ദിവസമാണ്. ഈ വർഷത്തെ 116-ാമത്തെ ദിവസം ആണ്. ഉയർപ്പിന് ശേഷമുള്ള 22-ാമത്തെ ദിവസമാണ്. ആരാധനാ വർഷത്തിലെ 26-ാമത്തെ ഞായറാഴ്ച ആണ്. ഇന്നത്തെ ഞായറാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം 2-ാമത്തെ ഞായറാഴ്ച ആണ്. ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ എവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വേദഭാഗം ആണ്. 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നോക്കുമ്പോൾ നാം അതിൽ കാണുന്നത് ഗലീല കടൽ തീരത്ത് വെച്ച് അവൻ പുരുഷാരത്തെ ഉപദേശിക്കുന്നതായി കാണുന്നു. അതുപോലെ അൽഫായുടെ മകനായ ലേവിയെ ശിഷ്യനാക്കുന്നതായും സൂചിപ്പിക്കുന്നു. ലേവി എന്ന് ഇവിടെ മാത്രമാണ് പറയുന്നത്. എന്നാൽ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയും ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയും വായിക്കുമ്പോൾ ലേവിക്ക് പകരം മത്തായി എന്നാണ് നാം കാണുന്നത്. 12 അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ലേവി എന്ന പേര് ഒരു സുവിശേഷത്തിലും കാണുന്നില്ല. മത്തായി ശ്ലീഹായുടെ മറുപേര് ആണ് ലേവി എന്നത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നാം ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുന്നത് 3 കാര്യങ്ങൾ ആണ്. ഒന്നാമത്തേത്, ശിഷ്യത്വം എന്നത് ക്രിസ്തുവിൽ ആയിരിക്കുവാനുള്ള വിളിയാണ്. ശിഷ്യത്വം എന്നത് ക്രിസ്തുവിൽ ആയിരിക്കുവാനുള്ള വിളിയാണ്. രണ്ടാമത്തേത്, ഉപവാസത്തെക്കുറിച്ചുള്ള അറിവാണ് നാം സമ്പാദിക്കേണ്ടത്. വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവാണ് നാം സമ്പാദിക്കേണ്ടത്. മൂന്നാമത്തേത്, ദൈവത്തിൽ പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ശിഷ്യത്വം എന്നത് ക്രിസ്തുവിൽ ആയിരിക്കുവാനുള്ള വിളിയാണ് എന്നുള്ളതാണ്. അതിൽ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കുന്നവരെയോ തനിക്ക് വേണ്ടി ക്ഷീണമില്ലാതെ പ്രയത്നിക്കുന്നവരെയോ അല്ല ക്രിസ്തു ആവശ്യപ്പെടുന്നത്, മറിച്ച് തന്നിൽ വസിക്കുന്നവരെ ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശിഷ്യത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വേദഭാഗം പ്രധാനമായി ഓർമ്മിപ്പിക്കുന്നത്. ശിഷ്യത്വം ഗുരുവിന്റെ വഴിയിലൂടെ നടക്കുവാനുള്ള ക്ഷണമാണ്. ഗുരുവാണ് മുൻകൈയെടുക്കുന്നത്. ഇവിടെ ലേവി പ്രതീക്ഷിക്കാത്ത വിളിയായിരുന്നു അവന് ലഭിച്ചത്. പ്രതീക്ഷിക്കാത്ത നേരത്ത് കിട്ടിയത് അവന് ഒരു അനുഗ്രഹമായിട്ട് അവൻ കരുതിയതിനാൽ അവൻ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തതായി നാം കാണുന്നു. എന്നാൽ ചുങ്കക്കാരനായ ലേവി താൻ ഇരുന്ന സ്ഥലം ഉപേക്ഷിച്ച് കർത്താവിനോടൊപ്പം അവനെ പിൻപറ്റുന്നു. അതിന്റെ കാരണം അവന്റെ ദൃഢമായ വിശ്വാസമാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞതിന്റെ പരിണാമ ഫലമാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥ ശിഷ്യന്മാരായി തീരുന്നത്. അവർ മാലാഖമാർക്ക് സമന്മാരായി വളരുന്നു. ഇവിടെ ശിഷ്യന്റെ യോഗ്യതകളെക്കാൾ ഉപരി ഗുരുവിന്റെ വിളിയാണ് പ്രാധാന്യം ഏറുന്നത്. ജനത്തിന് മുമ്പേ താൻ വിളിക്കപ്പെട്ടു എന്നും ദൈവം തന്നെ തിരഞ്ഞെടുത്ത് അവിടുത്തെ വചനം തന്റെ അതിരങ്ങളിൽ നിറച്ചു എന്നും യിരെമ്യാ പ്രവാചകൻ പറയുന്നതായി നാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന കർത്താവിന്റെ പ്രബോധനവും ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ലേവി തന്റെ വിളിയെ മനസ്സിലാക്കുകയും അവനോട് ചേരുകയും അവന്റെ വിളിയോട് സത്യസന്ധമായി പ്രതികരിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. ദൈവവിളിയിൽ നിലനിൽക്കുവാനായി 3 സംഗതികൾ ആവശ്യമാണ്. നന്മ പ്രവർത്തിക്കുവാനായി അറിവ്, സ്നേഹം, തീഷ്ണത എന്നിവ എല്ലാ ബുദ്ധിജീവികൾക്കും ദൈവം നൽകിയിരിക്കുന്നു. ജ്ഞാനത്താൽ ദൈവത്തെ നാം അറിയുന്നു. സ്നേഹത്താൽ സൃഷ്ടാവിൽ നിന്നും അകറ്റുന്നവയിൽ നിന്ന് നാം അകലുന്നു.
തീഷ്ണതയാൽ ദുഷ്ടനെ തടയുകയും ദുർവികാരങ്ങളെ അകറ്റുകയും ചെയ്യുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ അഭാവം ശിഷ്യത്വത്തിൽ നിന്നും ഉരിഞ്ഞു കളയും. ശിഷ്യത്വം ഒരു തെരഞ്ഞെടുപ്പാണ്. ഗുരു വിളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സുവിശേഷത്തിന്റെ പുതിയ വഴി അവർ ഓടിത്തീർക്കണം. ഗുരുവിന്റെ വഴി സ്വന്തം വഴി ആയി മാറണം. ഏലിയാവിന്റെ പുറകെ എലീശ ഓടിയതുപോലെയുള്ള നിരന്തരമായ സ്ഥിരതയുള്ള ശിഷ്യത്വത്തിന്റെ വഴിയാണ് അത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപവാസത്തെക്കുറിച്ചുള്ള അറിവാണ് നാം സമ്പാദിക്കേണ്ടത്. ഇവിടെ യഹൂദന്മാര് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉപവസിക്കുമ്പോൾ അവർ മറ്റുള്ളവരെ നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന്. അതിൻ്റെ ഒക്കെയും മറുപടി എന്താണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതെന്ന് നാം സുവിശേഷത്തിൽ നിന്നും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നാം മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് ഉതകുന്ന രീതിയിൽ നോമ്പ് നോക്കുക എന്നുള്ളതാണ്. നോമ്പിന്റെ 2 ചിറകുകളാണ് ഉപവാസവും പ്രാർത്ഥനയും. ആ ഉപവാസം നമ്മെ പുതിയ നിയമത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലൂടെ നമ്മെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയോ അതിന് പ്രകാരം നാം പ്രവർത്തിക്കേണ്ടതാകുന്നു. അതാണ് നമുക്ക് എവർക്കും വേണ്ടത്. നാം ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് എപ്പോഴും ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഇവിടെ 18-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ നോക്കുമ്പോൾ കാണുന്നത് ഉപവാസത്തെ ചൊല്ലിയുള്ള തർക്കമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 4 മുതൽ 17 വരെയും ലൂക്കോസ് എവൻഗേലിസ്തായുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയും നോക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം ഉപവസിക്കാൻ നിയമം അനുശാസിക്കുമ്പോൾ പരീശന്മാർ ആഴ്ചതോറും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ഉപവസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ സ്നാപകനും ഈ ഉപവാസം രീതി പാലിച്ചിരുന്നതായി കാണുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഈ ഉപവാസം പാലിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുമ്പോൾ യേശു തന്റെ നിസ്തുലമായ അധികാരം സ്ഥാപിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. തന്റെ അന്ത്യത്തെക്കുറിച്ചും യേശു ഇവിടെ സൂചിപ്പിക്കുന്നു. യേശു ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴും സാധാരണ മനുഷ്യൻ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. യേശുവിന്റെ തത്വശാസ്ത്രം എന്നത് തന്നെ ലവ് യുവർ ഗോഡ് എന്നും ലവ് യുവർ നൈബർ ആസ് യുവർ സെൽഫ് ഓർ ആസ് യു ലവ് യുവർ സെൽഫ് എന്നായിരുന്നു എന്നും നമുക്ക് ഏവർക്കും അറിയാം. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നാം ഇവിടെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യമായി നാം ഓർത്തിരിക്കേണ്ടത്. ദൈവത്തിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിൽ നാം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാം മോശ ഇസ്രായേൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ൽ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെയാണ്. ഇതേ കാര്യങ്ങൾ തന്നെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 22-ാം അധ്യായം 37, 38, 39 നോക്കുമ്പോഴും വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 12-ാം അധ്യായം 30, 31 നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതിന് പ്രകാരം ജീവിക്കാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.